വാർത്തകൾ തുടരുന്നു. മണ്ഡലം ഒഴിഞ്ഞേക്കുമെന്ന സൂചനകൾക്കിടെ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാനാണ് രാഹുൽ എത്തുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന. റിയാസാണ് വിവരങ്ങൾ നൽകുന്നത്. റിയാസ്, വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ രാഹുൽ എത്തുകയാണ്. ഈ സന്ദർശനം അവരോട് മറ്റു വല്ലതും പറയുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പ്രധാനമായും വയനാട് ഒഴിയുകയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞാൽ അത് വയനാട്ടുകാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാകും. എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇന്നവിടെ? എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം പൊതുവെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടാറുണ്ടെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് അതിനേക്കാൾ വലിയ ശ്രദ്ധയുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമോ എന്നുള്ളതാണ് അത് പ്രധാനമായും ഉള്ള ഒരു കാര്യം. വയനാടായിരിക്കുമോ അല്ല റായ്ബറേലി ആയിരിക്കുമോ എന്നുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. അതിനുശേഷം നേരെ 10:30 മലപ്പുറം എടവണ്ണയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അവിടെയാണ് അദ്ദേഹം ആദ്യം വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നത്. തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോടുള്ള നന്ദി അറിയിക്കാനായാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. അതിനുശേഷമാണ് നേരെ കൽപ്പറ്റയിലേക്ക് പോകുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ MP ആയി 2 മണ്ഡലങ്ങളിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഏത് മണ്ഡലം ഒഴിവാക്കും എന്നത് സംബന്ധിച്ച ഒരു ചർച്ച വലിയ തോതിൽ വരുന്നുണ്ട്. പൊതുവെ കൂടുതലും പറയപ്പെടുന്ന വയനാട് ഒഴിവാക്കാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നിട്ടില്ല. ഇന്നലെ അദ്ദേഹം റായ്ബറേലിയിലും വോട്ടർമാർക്ക് നന്ദി പറയാനായി എത്തിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിൽ വയനാട്ടുകാർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞത് വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി തൻ്റെ സഹോദരി പ്രിയങ്കയായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ മോദിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രിയങ്ക ഉത്തർപ്രദേശിലായിരിക്കുമോ എന്നൊരു പ്രതീക്ഷ വയനാട്ടിലെ വോട്ടർമാർക്കുണ്ട്. അതല്ലെങ്കിൽ രാഹുലിൻ്റെ ഈ സന്ദർശനം ഒരേ സമയം വയനാട്ടിലെ വോട്ടർമാർക്ക് സന്തോഷകരവും അതേസമയം വയനാട് ഒഴിയും എന്ന രീതിയിലാണെങ്കിൽ അത് സങ്കടകരവുമായ ഒരു വാർത്തയായി മാറും എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തിന് ശേഷം തിരികെ ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഏത് മണ്ഡലമാണ് താൻ ഒഴിയുക എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുക. അത് വരുന്ന ഒരു 2-3 ദിവസത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ് AICC വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്. എന്തായാലും തനിക്ക് രണ്ടാമതും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സന്ദർശനത്തിൻ്റെ ഒരു ലക്ഷ്യം. ഇന്നലെ റായ്ബറേലിയിൽ നടത്തിയ സന്ദർശനത്തിൻ്റെ തുടർച്ചയായാണ് AICC നേതൃത്വം ഈ ചർച്ചയെ വിലയിരുത്തുന്നത്. അങ്ങനെ അഥവാ രാഹുൽ വയനാടാണ് ഒഴിയുന്നതെങ്കിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് വലിയ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കും. കഴിഞ്ഞ ദിവസം AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയ ഒരു കാര്യം, രാഹുൽ ഒഴിയുകയാണെങ്കിൽ പ്രിയങ്ക എന്നല്ല, ക്ഷമിക്കണം, ഒരു 1-ാം നിരം കോൺഗ്രസ് നേതാവ് തന്നെ വരും അവിടെ മത്സരിക്കാൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരുകൾക്കാണ് ഏറ്റവും മുൻതൂക്കമുള്ളത്. പ്രിയങ്ക ഇല്ലെങ്കിൽ K മുരളീധരൻ എന്നതായിരിക്കും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം. പക്ഷേ അതിൽ രാഹുലാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഒഴിയുന്നത് വയനാടാണോ അല്ല റായ്ബറേലിയാണോ എന്നുള്ളത്. രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് വയനാട് ഒഴിയുന്നതിൽ അദ്ദേഹത്തിന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം അത്തരമൊരു തീരുമാനമെടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ റായ്ബറേലി ഒഴിയുന്നത് അത്ര രാഷ്ട്രീയ ശരിയല്ല എന്നൊരു വിലയിരുത്തലും പൊതുവെ രാഷ്ട്രീയ സമൂഹത്തിനിടയിലുണ്ട്. ശരി റിയാസ്, രാഷ്ട്രീയവും ഒപ്പം വൈകാരികവുമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ ഈ തീരുമാനത്തിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പോലെ ഇരിക്കും എന്ന് തന്നെ കരുതാം. ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമോ റായ്ബറേലിയിൽ നിലനിർത്തുമോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കപ്പെടുക. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൽ മന്ത്രി MB രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചർച്ചകൾക്ക് തുടക്കമായി. ഇന്നലെ കള്ള് ഷാപ്പ് ലൈസൻസുകളുമായി